നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്തത്, നിങ്ങളുടെ ഏഞ്ചൽസ് ആൻഡ് സ്പിരിറ്റ്സ് നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എനിക്കിവിടെ കാണുന്നത് വെച്ചാൽ ഒരു ലവ് എന്തോ പുതിയതായിട്ട് ലവ് ലൈഫിൽ എന്തോ സംഭവിക്കാൻ പോകും. എന്തൊക്കെയോ ഒരു മാജിക്കൽ ആയിട്ട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്തൊരു ഹാപ്പി മൂമെന്റ് ആയിരിക്കും. ഓക്കെ, ഇതൊരു നല്ല പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ ലവ് ലൈഫിലും എന്തോ നടക്കാൻ പോകുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലൊരു നിങ്ങൾ തന്നെ വിചാരിക്കും ഇതെന്താ ഇന്നിങ്ങനെ നടക്കുന്നത് പക്ഷെ ഹാപ്പി ആയിട്ട് എല്ലാം നല്ലതായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഒരു മാജിക്, നമുക്ക് മാജിക് ഒക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്, ഒരു അമ്യൂസ്മെന്റ് അല്ലെ. പെട്ടെന്ന് എന്തോ ഈ മജീഷ്യൻ അല്ലെങ്കിൽ ഒരു ഷോ കാണാൻ പോകുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന എന്താ, നമുക്ക് പെട്ടെന്ന് എല്ലാം ഒരു അത്ഭുതം പോലെയാണ് അല്ലേ. പെട്ടെന്ന് അവർ ചെയ്യുമ്പോൾ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വന്ന് വന്ന് ചേരുന്ന ഓരോന്ന് നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതകരമായി തോന്നും. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആകും. ഓക്കെ, സോ ദ ലവേഴ്സ് റിവേഴ്സ്ഡ്. അപ്പം ഇവിടെ ആണെങ്കിൽ സെയിം എനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങൾ വലിയ എന്താ പറയുക, എന്തെങ്കിലും ലൈഫിലൊരു സിറ്റുവേഷൻ ഈ ഒരു അടുത്ത കാലത്ത് വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു വിഷമിച്ചിരിക്കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കണ്ടോ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നില്ല. നിങ്ങൾ എല്ലാം ഭയങ്കര ഒരു ഈസി ഗോയിങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇവിടെ തോന്നുന്നത് വെച്ചാൽ നമ്മളൊരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാ, നമ്മൾ നാളത്തെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല, ഉള്ള എങ്ങനെ എൻജോയ് ചെയ്യാം, നാളെ എവിടെ പോകണം, എങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ കാര്യങ്ങൾ ആലോചിക്കും. അല്ലാതെ ഒന്നിനെ പറ്റി വെറി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പം ഒരു വേറൊരു ലൊക്കേഷനിലേക്കാണ് ഒരു ടൂർ പോകുന്നതെങ്കിൽ അവിടെ പോയി ഒരു ഫുഡ് കഴിക്കുക, അങ്ങനെ ഒരു റുട്ടീനൊന്നും ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി റുട്ടീനൊക്കെ കാണുമല്ലോ, രാവിലെ എണീറ്റ് ഇങ്ങനെ ചെയ്യുക. ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റുട്ടീനൊന്നും ഇല്ല. നമ്മൾ ഇങ്ങനെ ഒന്നിനെ പറ്റി ചിന്തിക്കാനില്ല. അതാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നല്ലൊരു വൈബായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡും കൂടെ നോക്കാം. പേജ് ഓഫ് വാൻസ്. ഓക്കെ, ഇവിടെ ലവ് ഒരു കൺഫേംഡ് ആണ്. ഓക്കെ, നല്ല രീതിയിൽ എന്തോ ഒരു ലവ് ലൈഫ്, നിങ്ങളുടെ ഒരു ലവ് ലൈഫിൽ നല്ല പോസിറ്റിവിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ ലവ് ലൈഫിൽ എനിക്ക് ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിരുന്ന, ലൈക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നിയില്ല പക്ഷെ ഇങ്ങനെയല്ല എന്ന് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലവ് ലൈഫിൽ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് ഫോർവേഡ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് എല്ലാം ശരിയായി വരുന്നതുമായിട്ടാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് ഇപ്പം നമുക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങളും എല്ലാം ആണായിട്ട് എല്ലാം ഒരു ഹാപ്പി ആയിട്ട് തോന്നില്ലെങ്കിൽ ഇതെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറും. അതല്ല, നിങ്ങൾ ഓൾറെഡി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒരു എക്സ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിൻ്റെ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നല്ലോ ആ റിലേഷൻഷിപ്പ്, അല്ലെങ്കിലും ആ വ്യക്തി, ഇപ്പം എക്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ആ വ്യക്തി എനിക്ക് ഒരു റൈറ്റ് ആളല്ലായിരുന്നല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഒരു പുതിയ ആൾ വരും. ഓക്കെ, ഈ പുതിയ ആളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ്, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആകും. ഓക്കെ, നിങ്ങൾ വിചാരിച്ചൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും, ഒരു ഫണ്ണും ലവിങ്ങും എല്ലാം കൂടെ. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് എടുക്കാം. ജസ്റ്റിസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് എന്താ പറയുക വരും. ഓക്കെ, അത് നിങ്ങളെ ഹാപ്പി ആക്കും. പിന്നെ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഇപ്പം സിംഗിൾ ആയിട്ടുള്ളവർക്കും ഈ റീഡിംഗ് ഉണ്ടല്ലോ, എന്തുവാണേലും ഇപ്പം, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ളവർ. ബാക്കി ഞാൻ പറയുന്നത് വെച്ചാൽ എന്താ പറയുക, നിങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും കുറച്ചും കൂടെ. ഓക്കെ, ഫാമിലി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടാണ് കാണുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഒരു ആഗ്രഹം വരും, ഒരു പ്രഗ്നൻ്റ് ആകുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സെറ്റിലായി ഒന്ന് മാരി ചെയ്യാനുള്ള ആഗ്രഹം കാണും. അങ്ങനെ ഫാമിലി ആയിട്ട് നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ക്ലെൻസിങ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ക്ലെൻസായി വന്നെന്ന് വെച്ചാൽ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫിൽ, മുന്നോട്ടുള്ള ലൈഫിൽ ഒരു റൊമാൻസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമല്ല കുറച്ചും കൂടെ ക്ലെൻസിങ് നടക്കുന്നുണ്ട്. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാഞ്ഞ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാഞ്ഞ തോന്നിയ റൊമാൻറ്റിക് ലൈഫ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകും. അല്ലെങ്കിൽ
ഒരു എക്സ് പോയി അത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ നല്ലൊരു വ്യക്തി വരും. അങ്ങനെ ഒരു ലൈഫിൽ ഒരു ക്ലെൻസിങ് നടക്കുന്നുണ്ടാകും. ഓക്കെ, യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളെ നല്ല പോലെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ക്ലെൻസ് ചെയ്തുകൊണ്ട്, എസ്പെഷ്യലി ഫോർ റൊമാൻറ്റിക് ലൈഫ്. ഓക്കെ ഓക്കെ, എയ്റ്റ് ഓഫ് സോട്സ്. സോ ഇവിടെ എനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം കൊണ്ട് ഫ്രണ്ട്സും ഫാമിലിയും റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഒരു നല്ലതായിട്ട് പോകും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വരാൻ പോകുന്ന വ്യക്തി, ആ വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ജെന്യൂൻ ആയിരിക്കും, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ടോട്ടലി. ഓക്കെ, അത് മാത്രല്ല, നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു കുറച്ച് നാളത്തേക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ, എനിക്കിവിടെ കാണുന്നത് നേരത്തെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മേ ബി ഫോഴ്സ് ചെയ്താണ്, പ്ലീസ് എൻ്റെ ആയിട്ട് റിലേഷൻഷിപ്പ് ആകുക ആകുക അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് എന്താ കണ്ടിന്യൂ ചെയ്യാം, നമുക്ക് കമ്മിറ്റ്മെന്റ് നടത്താം എന്നൊക്കെ നമ്മൾ ഫോഴ്സ് ചെയ്ത് കാണും. ഓക്കെ, പക്ഷെ ആ ഫോഴ്സ് ചെയ്തതുപോലെ ചിലപ്പം അത് അവർ അക്സെപ്റ്റ് ചെയ്ത് കാണും, എന്നിട്ട് പിന്നെ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കില്ല, അത് വേറൊരു രീതിയിലോട്ട് മാറിക്കാണും. പക്ഷെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളൊന്നും ഫോഴ്സ് ചെയ്യൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് തോന്നും യൂണിവേഴ്സും ഏഞ്ചൽസും എനിക്ക് നല്ലതേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ചിന്താഗതി തന്നെ മാറും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, മീൻസ് നിങ്ങൾക്കൊരു തോട്ട് വരും തനിയെ, എന്തെങ്കിലും വരണമെങ്കിൽ വരട്ടെ, റിലേഷൻഷിപ്പ് വരണമെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ ലവർ വരുന്നെങ്കിൽ വരട്ടെ, നിങ്ങൾ ഒന്നിനെ ഫോഴ്സ് ചെയ്യാൻ പോകത്തില്ല. ഓക്കെ, പക്ഷെ ഫോഴ്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓക്കെ, ഒന്നും ഫോഴ്സ് ചെയ്യാതെ. ഓക്കെ, സോ ദ സൺ റിവേഴ്സ്ഡ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ച് കുറച്ച് അല്ലെങ്കിൽ കുറേ വ്യക്തികൾ എന്ന് പറയുന്നില്ല, ചിലവർക്ക് കുറേ വ്യക്തികൾ വരുമായിരിക്കും. ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ചില സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതായിരിക്കും. കഴിഞ്ഞ തവണ എനിക്ക് എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ പേഴ്സിൽ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് പോകുമായിരുന്നു. പക്ഷെ തിരിച്ചത് പോയി വരാനുള്ള, വീട്ടിൽ പോയിട്ട് വരാൻ കുറച്ച് നേരം നടക്കണമായിരുന്നു. പക്ഷെ ആ ഒരു ടൈം എന്താ പറയുക, ഒരുപാട് ലേറ്റ് ആകുമായിരുന്നു. അപ്പം എനിക്കറിയില്ല, ഞാനവിടെ വെയിറ്റ് ചെയ്ത് എന്തോ ഭയങ്കര വിഷമിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഒരു വ്യക്തി, ഒരു ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്ന്, എന്താ മോളെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എൻ്റെ പൈസ എടുത്ത് തന്നു. അത് ഒരു ബസ് ടിക്കറ്റിനുള്ളതല്ല, അതിനെയും കാട്ടിലും പൈസ എടുത്ത് തന്നിട്ട്, ഞാൻ നിങ്ങൾ പൊക്കോയപ്പോൾ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ തിരിച്ച് മേടിച്ചുമില്ല. എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് കയറിയിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അങ്ങനെ ഒരു ചെറിയൊരു കോണ്ടാക്ട്, എന്നിട്ട് നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു, ഒരു മെസ്സേജ്. എന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, പക്ഷെ ആ ഒരു ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് വന്നു. ഓക്കെ, ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്നായിട്ട് പോയി. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആൾക്കാരെ മീറ്റ് ചെയ്യും. നിങ്ങളപ്പോൾ വിചാരിച്ചോളൂ, യൂണിവേഴ്സ് ഒരാളെ, ഓക്കെ, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുവാണെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്ന് യൂണിവേഴ്സ് തന്നെ വിചാരിച്ച് വരുന്നതായിരിക്കും. ഇപ്പം തന്നെ എനിക്ക് ആ ഒരു ഹെൽപ്പ് മാത്രമല്ല അവിടെ കിട്ടിയത്, ഹെൽപ്പ് വലിയ കാര്യമാണ്, പക്ഷെ അതിനപ്പുറം ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവിടെ കിട്ടിയത്. സോ അതൊക്കെയാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആൾക്കാർ വരും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ.